സിനിമയിൽ അഭിനയിക്കുമ്പോൾ അപകടം പറ്റി മുറിവ് സംഭവിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്യുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ചില കയ്യബദ്ധങ്ങൾ മൂലം സംഭവിക്കുന്ന അപകടങ്ങൾ നടീനടന്മാരുടെ ലൈഫിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കോമഡിക്ക് വേണ്ടി നടുവിൽ ചവിട്ടി പിന്നീട് ഇന്ന് വരെ നടുവിന് ചികിത്സ ചെയ്യുന്ന ഇന്ദ്രൻസും സ്റ്റണ്ട് ആർട്ടിസ്റ്റായി ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ കെമിക്കൽ വെള്ളത്തിൽ വീണ് മുടി മുഴുവൻ നഷ്ടപ്പെട്ട മൊട്ട രാജേന്ദ്രനും ഇതിന് ഉദാഹരണമാണ്. ഇത്തരത്തിൽ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അബദ്ധവശാലോ അല്ലാതെയോ വലിയ തോതിൽ പരിക്കേറ്റ നടീനടന്മാർ ആരൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. കലാരഞ്ജിനി. ഉർവശി, കൽപ്പന നടിമാരുടെ സഹോദരിയാണ് കലാരഞ്ജിനി. മോഹിനിയാട്ടം സിനിമയിലൂടെ കലാരഞ്ജിനിയുടെ ശബ്ദം സമീപകാലത്ത് ചർച്ചാ വിഷയമായിരുന്നു. 1982 പ്രേം നസീറിന്റെ കൂടെ അഭിനയിച്ച സിനിമയിൽ വായിൽ നിന്നും രക്തം വരുന്ന ഒരു സീനിൽ ഉപയോഗിക്കാനായി പൗഡറിൽ വെളിച്ചെണ്ണ മിക്സ് ചെയ്യുന്നതിന് പകരം ആർട്ട് ഡയറക്ടർ അസറ്റോൺ മിക്സ് ചെയ്തത് പിന്നീട് അത് വായിലൊഴിച്ചപ്പോൾ കലാരഞ്ജിനിയുടെ ശബ്ദം നഷ്ടപ്പെട്ടു. ചെറുപ്പം മുതലേ ശബ്ദത്തിന് ചെറിയ പ്രശ്നമുള്ള കലാരഞ്ജിനിക്ക് ഈ ഒരു അപകടം വരുത്തിവെച്ചത് വലിയ നഷ്ടം തന്നെയായിരുന്നു. പിന്നീടുള്ള 42 വർഷം സിനിമയിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ ശബ്ദത്തിലാണ് കലാരഞ്ജിനി അഭിനയിച്ചിരുന്നത്. ഭരതനാട്യം, മോഹിനിയാട്ടം എന്നീ സിനിമകളിലെ കലാരഞ്ജിനിയുടെ യഥാർത്ഥ സൗണ്ടിന്റെ പിന്നിൽ ഇങ്ങനെയൊരു കഥയുണ്ടെന്ന് സമീപകാലത്താണ് പലരും അറിയുന്നത് തന്നെ. മോഹൻലാൽ. 2003 ബാലേട്ടൻ എന്ന സിനിമയിൽ മോഹൻലാൽ പാടി അഭിനയിക്കുന്ന ഒരു പാട്ടാണ് കറുകറ് കറുത്തൊരു പെണ്ണാണ് എന്നത്. വളരെ രസകരമായി അഭിനയിക്കുന്ന ഈ പാട്ടിനിടയിൽ പെൺവേഷം കെട്ടിവരുന്ന ഹരിശ്രീ അശോകൻ മോഹൻലാലിന്റെ അരയിലേക്ക് ചാടിക്കയറി പിന്നീട് മോഹൻലാൽ ഹരിശ്രീ അശോകനെ കറക്കുന്ന ഒരു സീനുണ്ട്. എന്നാൽ ഹരിശ്രീ അശോകൻ ചാടിക്കയറിയപ്പോൾ മോഹൻലാലിന്റെ ബാലൻസ് തെറ്റി നടുമിന്നിപ്പോയി. നടുമിന്നി നല്ല വേദന എടുക്കുന്ന മോഹൻലാൽ പാതി കറക്കി പിന്നീട് ഹരിശ്രീ അശോകനെ നിലത്ത് വെച്ച് ക്യാമറയിൽ നിന്നും ഫോക്കസ് ഔട്ടായി ഇറങ്ങി പോകുന്നതായി കാണാം. എന്നാൽ അതിനുശേഷവും കഠിനമായ നടുവേദന മൂലം 4ഓളം സിനിമകളിൽ വലിയ ഗ്യാപ്പ് എടുത്താണ് മോഹൻലാൽ അഭിനയിച്ചത്. 1980 മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ ക്ലൈമാക്സിന് മുൻപായി മോഹൻലാലിന്റെ കഥാപാത്രം ഒരു വടി കുത്തിപ്പിടിച്ച് ചട്ടി നടന്നു വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. നായകനായ ശങ്കറിന്റെ കഥാപാത്രം മോഹൻലാലിന്റെ കാലിന് പരിക്കേൽപ്പിച്ചു എന്ന് തിരക്കഥയിൽ പറയുന്നുണ്ടെങ്കിൽ പോലും വാസ്തവത്തിൽ അതങ്ങനെയൊന്നുമല്ല. സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ബൈക്ക് ഓടിച്ച് ആക്സിഡന്റായി കാലിന് ഗുരുതരമായ പരിക്ക് പറ്റി ആശുപത്രിയിലായ മോഹൻലാലിന് നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ കഠിനമായ കാലുവേദന വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു വടി കുത്തിപ്പിടിച്ച് സിനിമയിൽ അഭിനയിച്ചത്. ഷൂട്ടിങ്ങിന് ശേഷം ആ ഒരു കാലുവേദന ലാലേട്ടന്റെ കൂടെ വർഷങ്ങളോളം ഉണ്ടായിരുന്നു. സിൽക്ക് സ്മിത. 1980 മുതൽ 90 വരെയുള്ള തന്റെ സുവർണ കാലഘട്ടത്തിൽ 30 മുതൽ 40 സിനിമകളിൽ വരെ സിൽക്ക് സ്മിത അഭിനയിച്ചിരുന്നു. ഒരു ദിവസം 2 മുതൽ 5 വരെയുള്ള സിനിമാ സെറ്റുകളിൽ വിശ്രമമില്ലാതെ അഭിനയിക്കുന്ന സിൽക്ക് സ്മിത മഴയത്തുള്ള ഗ്ലാമർ രംഗങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. സിൽക്ക് സ്മിതയുടെ ഗ്ലാമറസ് ഡാൻസ് രംഗമോ പാട്ടോ ഉണ്ടെങ്കിൽ സിനിമ തിയേറ്ററിൽ നല്ല രീതിയിൽ ഓടുമെന്നുള്ള വിശ്വാസം അന്നത്തെ നിർമ്മാതാക്കൾക്കുണ്ടായിരുന്നു. സ്ഥിരമായി കെമിക്കൽ കലർന്ന വെള്ളം ഉപയോഗിച്ചുള്ള മഴയും പൂൾ രംഗങ്ങളും മറ്റും സിൽക്ക് സ്മിതയെ സ്കിൻ അലർജിയിലേക്ക് കൊണ്ടെത്തിച്ചു. സ്കിൻ അലർജി ഉണ്ടായിട്ടും അത് മറച്ചു വെച്ചുകൊണ്ട് വീണ്ടും വിശ്രമമില്ലാതെയുള്ള അഭിനയം താരത്തിന്റെ ശരീരത്തിന്റെ ചർമ്മത്തെ നല്ല രീതിയിൽ ദോഷമായി ബാധിച്ചു. പിന്നീട് തന്റെ അലർജിക്ക് വേണ്ടി സിൽക്ക് സ്മിത ഒരുപാട് ട്രീറ്റ്മെന്റുകൾ എടുത്തിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയപ്പെടുന്നു. ഒരു ചെറിയ അശ്രദ്ധക്കുറവ് മൂലമുണ്ടായ പരിക്കുകൾ താരത്തിന്റെ തുടർന്നുള്ള വർഷങ്ങളിലെ കോൺഫിഡൻസ് നല്ല രീതിയിൽ ഇടിപ്പിച്ചു കളഞ്ഞിരുന്നു. അമിതാഭ് ബച്ചൻ. സൂപ്പർ സ്റ്റാർ ആയ അമിതാഭ് ബച്ചൻ തന്റെ പ്രൈം ടൈമിൽ ചെയ്ത 1982 കൂലി എന്ന സിനിമയുടെ ഫൈറ്റ് ഷൂട്ടിങ്ങിനിടെ സഹതാരത്തിന്റെ ചവിട്ടേറ്റ് ഒരു ഇരുമ്പ് മേശയിൽ പോയി ഇടിച്ച് വയറിനുള്ളിൽ ഇന്റേണൽ ബ്ലീഡിംഗ് സംഭവിച്ചു. അതീവ ഗുരുതരമായ ഈ പരിക്ക് മൂലം ബച്ചനെ ശസ്ത്രക്രിയക്കായി മുംബൈ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ക്ലിനിക്കൽ ഡെത്ത് സംഭവിച്ചിരുന്നു. ബച്ചന് ബ്ലീഡിംഗ് വളരെ കൂടുതലായതുകൊണ്ട് ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് ഡോക്ടർമാർ വരെ വിധി എഴുതി. ബച്ചന്റെ ആരാധകർ രാജ്യവ്യാപകമായി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥന നടത്തുകയും 200-ലധികം ഡോണർമാർ അദ്ദേഹത്തിന് 60 കുപ്പിയോളം രക്തം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അത്ഭുതകരമായി ബച്ചന്റെ ശസ്ത്രക്രിയ വിജയിച്ച് അദ്ദേഹം തിരികെ വന്നു. എന്നാൽ അമിതാഭ് ബച്ചൻ സ്വീകരിച്ച ബ്ലഡിൽ നിന്നും ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് അദ്ദേഹത്തെ ബാധിച്ചു. പിന്നീട് അത് ഗുരുതരമായ കരൾ രോഗത്തിലേക്ക് നയിച്ചു. ആ ഒരു പരിക്കും അതിനുശേഷം ഉണ്ടായ രോഗങ്ങളും ബച്ചനെ പിന്നീടുള്ള സിനിമകളിൽ ആക്ഷൻ ചെയ്യുന്നതിന് നല്ല രീതിയിൽ ബാധിച്ചു. മാത്രമല്ല മരിക്കുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയിടത്തു നിന്നും അത്ഭുതകരമായ അമിതാഭ് ബച്ചൻ തിരിച്ചു വന്നത് മൂലം രാജ്യവ്യാപകമായി ഓഗസ്റ്റ് 2-ാം തീയതി അദ്ദേഹത്തിന്റെ 2ാമത്തെ ബർത്ത്ഡേ ആയി ആഘോഷിക്കുന്നു. സത്യൻ മാഷ്. മഹാനടനായ സത്യൻ മാഷ് 1962 കുഞ്ചാക്കോ സംവിധാനം ചെയ്ത പാലാട്ട് കോമൻ എന്ന സിനിമയിൽ സത്യൻ മാഷും കടുവയും തമ്മിലുള്ള ഒരു റിയലിസ്റ്റിക് ഫൈറ്റ് ഉണ്ടായിരുന്നു. ടാർസന്റെ ഇൻസ്പിറേഷൻ ആയിട്ട് മലയാളത്തിലെ ഒരു ടാർസൻ എന്ന പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കടുവയുമായുള്ള ഫൈറ്റ് സിനിമയിൽ കൊടുത്തത്. എന്നാൽ ആ സിനിമയിൽ പുലിയുമായുള്ള ഫൈറ്റിനിടയിൽ ധാരാളം പരിക്ക് സംഭവിച്ച സത്യൻ മാഷിന് പിന്നീട് നല്ല ഗ്യാപ്പ് എടുത്തതിന് ശേഷമാണ് സിനിമയിൽ പോലും അഭിനയിക്കാൻ പറ്റിയത്. ടൊവിനോ തോമസ്.
2021 കള എന്ന സിനിമയിലെ ബ്രൂട്ടൽ ഫൈറ്റിനിടയിൽ വയറിന് ചവിട്ടേറ്റ് അമിതാഭ് ബച്ചന് സംഭവിച്ചതുപോലെ തന്നെ ഗുരുതരമായ ഇന്റേണൽ ബ്ലീഡിംഗ് ടൊവിനോ തോമസിന് സംഭവിച്ചിരുന്നു. ദിവസങ്ങളോളം ICUവിൽ വളരെ ക്രിട്ടിക്കൽ അവസ്ഥയിൽ കഴിഞ്ഞ നടന് വേണ്ടി ക്യാമ്പയിൻ നടത്തി പ്രാർത്ഥിച്ചതൊക്കെ അന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തകളായിരുന്നു. ഇന്റേണൽ ബ്ലീഡിംഗ് കൂടുതലായതുകൊണ്ട് തന്നെ ദിവസങ്ങളോളം ICUവിൽ കിടന്നതിന് ശേഷമാണ് താരം സുഖം പ്രാപിച്ചത്. എന്നാൽ അതിനുശേഷവും 3 ആഴ്ചത്തേക്ക് പൂർണ്ണമായും വിശ്രമിക്കേണ്ട അവസ്ഥയും ടൊവിനോയ്ക്ക് വന്നു. ആ സമയത്ത് ടൊവിനോയെ വിഷ് ചെയ്തുകൊണ്ട് റെസ്ലിംഗ് താരം കറക്റ്റ് ആംഗിൾ വീഡിയോ ചെയ്തത് സംഭവത്തെ കൂടുതൽ പോപ്പുലർ ആക്കി. Hey, Tavino Thomas, and I want to wish you a speedy recovery. എന്നാൽ ഇപ്പോഴും ആ ഒരു പരിക്കിന്റെ ബുദ്ധിമുട്ട് ടൊവിനോയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെ ശാരീരികമായി ബുദ്ധിമുട്ടുള്ള ആക്ഷൻ ചെയ്യുന്നതിന് വേണ്ടി താരത്തിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അവസ്ഥ വരെ ഉണ്ടാകുന്നുണ്ട്. കമൽ ഹാസൻ. ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഗുരുതരമായ പരിക്ക് നേരിട്ട നടൻ കമൽ ഹാസൻ ആയിരിക്കാം. 1981 ഗുരു എന്ന സിനിമയിൽ ഫൈറ്റ് ചെയ്യുന്നതിനിടെ ഗ്ലാസ് പൊട്ടി കണ്ണിന് പരിക്കേൽക്കുകയും കണ്ണിന്റെ താഴെ 5ഓളം സ്റ്റിച്ച് ഇടേണ്ടി വന്നു. അന്നത്തെ കാലത്ത് ഷുഗർ ഗ്ലാസുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഗ്ലാസ് ഫൈറ്റുകളെല്ലാം വളരെ റിയലിസ്റ്റിക് ആയിരുന്നു. തന്റെ കണ്ണിന് ഒരു സേഫ്റ്റിയും എടുക്കാതെ തന്നെയാണ് കമൽ ഹാസൻ ആ ഒരു സിനിമയിലെ ഫൈറ്റ് രംഗം റിസ്ക് എടുത്ത് കംപ്ലീറ്റ് ആക്കിയത്. മറ്റൊരു സിനിമയാണ് 2001 ആളവന്താൻ. ജാക്കി ചാന്റെ ഫൈറ്റ് ഇൻസ്പയർ ചെയ്തുകൊണ്ട് ഡ്യൂപ്പിനെ വെക്കാതെ കമൽ ഹാസൻ 50 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ബങ്കി ജമ്പ് ചെയ്യുന്ന ഒരു സീൻ സിനിമയിലുണ്ട്. എന്നാൽ അത്രയും ഉയരത്തിൽ നിന്നും ബങ്കി ജമ്പ് ചെയ്യുന്നതിനിടെ തീവ്രമായ കുലുക്കം മൂലം കമൽഹാസന്റെ നടു ഉളുക്കി നട്ടലിന് ഗുരുതരമായി പരിക്ക് പറ്റിയിരുന്നു. നട്ടലിന് പരിക്ക് സംഭവിച്ചത് മൂലം പിന്നീടുള്ള 2 വർഷത്തേക്ക് അധികം ആക്ഷൻ ഇല്ലാത്ത സിനിമകളിലാണ് കമൽ ഹാസൻ അഭിനയിച്ചിരുന്നത്. ശിവാജി ഗണേശൻ. 1990കളുടെ മധ്യത്തിൽ ഹൃദയ സംബന്ധമായ പ്രശ്നമുള്ളതുകൊണ്ട് ശിവാജി ഗണേശൻ ഒരു പേസ് മേക്കർ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് ശിവാജി ഗണേശനും അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനിയും സിനിമകളൊന്നും ആ കാലഘട്ടത്തിൽ കമ്മിറ്റ് ചെയ്തിരുന്നില്ല. എന്നാൽ അത്രയും ആരോഗ്യ പ്രശ്നമുള്ള സമയത്ത് 1997 ഒരു യാത്രാമൊഴി എന്ന സിനിമയിൽ ഫൈറ്റ് ചെയ്ത് ഡാൻസ് കളിച്ച് ശരീരം ഇളക്കി റിസ്ക് എടുത്ത് അദ്ദേഹം അഭിനയിച്ചിരുന്നു. ഒരു പേസ് മേക്കർ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് വളരെ ദോഷം ചെയ്യുന്നവയാണ്. എന്നിട്ടും അദ്ദേഹം ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് സിനിമയിൽ മോഹൻലാലിന്റെ കൂടെ അഭിനയിച്ചത്. പിന്നീട് 4 കൊല്ലത്തിന് ശേഷം ഹൃദയ സംബന്ധമായ പ്രശ്നം മൂലം അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത്. മമ്മൂട്ടി. 1989 ഒരു വടക്കൻ വീരഗാഥ വടക്കൻ പാട്ടിലെ സംഭവങ്ങളുടെ ദൃശ്യാവിഷ്കരണമായതുകൊണ്ട് തന്നെ ഒരുപാട് സീനുകളിൽ ആയുധം ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യണമായിരുന്നു. അങ്ങനെ സിനിമയിലെ പല സീനുകളിൽ മമ്മൂട്ടി ഉയർന്നു ചാടി വാള് കൈക്കലാക്കി ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഉയർന്നു ചാടി വാള് പിടിക്കുന്ന നേരം ടൈമിംഗ് മാറിപ്പോവുകയും ആ വാള് മമ്മൂട്ടിയുടെ തൊടയിൽ വന്ന് കുത്തി വലിയ തോതിലുള്ള മുറിവുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ആ മുറിവുള്ള കാലുകളായിട്ടാണ് മമ്മൂട്ടി സിനിമ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തത്. ആ പരിക്കുകൾ പിന്നീട് മമ്മൂട്ടിയെ കുറെ വർഷം അലട്ടിയിരുന്നുവെന്ന് മമ്മൂട്ടി പിന്നീട് ഒരു ഇന്റർവ്യൂവിൽ വ്യക്തമാക്കിയിരുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.